How to do signal peaking. മിനി ഡിഷ് സെറ്റാക്കിയ ശേഷം ഇൻസ്റ്റലേഷൻ പ്രോസസ്സിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സിഗ്നൽ പീക്കിംഗ് ആണ്. റേഡിയോയിൽ സിഗ്നൽ ലഭിക്കാതെ വരുമ്പോൾ കൃത്യമായി കേൾക്കാൻ വേണ്ടി നമ്മൾ റേഡിയോ ആന്റിന അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മിനി ഡിഷ് സെറ്റ് ചെയ്തതിനു ശേഷം കൃത്യമായ ഓഡിയോ വീഡിയോ ലഭിക്കുന്നതിനു വേണ്ടി സിഗ്നൽ പീക്കിംഗ് അത്യാവശ്യമാണ്. സിഗ്നൽ പീക്കിംഗ് ചെയ്യുവാനായി നമുക്ക് സാറ്റലൈറ്റ് ട്രാക്കിംഗ് മീറ്റർ ആവശ്യമാണ്. ഓരോ DTH ഓപ്പറേറ്ററും വിവിധ തരത്തിലുള്ള സാറ്റലൈറ്റ് ട്രാക്കിംഗ് മീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ടാറ്റ പ്ലേ ഉപയോഗിക്കുന്നത് സാറ്റ് ഹീറോ മീറ്റർ ആണ്. ഇതിനുശേഷം യഥാർത്ഥ അസിമുത്ത് ലുക്ക് ആംഗിളിൽ നിന്ന് മിനി ഡിഷ് ചെറുതായി വലത്തേക്ക് തിരിക്കുക. സിഗ്നൽ പീക്കിങ്ങിനായി ആദ്യം തന്നെ ബാരൽ കണക്ടറുകൾ സാറ്റ് ഹീറോ മീറ്ററിന്റെ LNBF IN-ലേക്കും റിസീവർ IN-ലേക്കും കണക്ട് ചെയ്യുക. ഇനി ഒരു സർവീസ് കേബിൾ എടുത്ത് അതിന്റെ ഒരറ്റം LNBF-ലും മറ്റേ അറ്റം സാറ്റ് ഹീറോ മീറ്ററിന്റെ LNBF IN-ലേക്കും കണക്ട് ചെയ്യുക. ഇതിനുശേഷം സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്നും വരുന്ന കേബിൾ സാറ്റ് ഹീറോ മീറ്ററിന്റെ റിസീവർ IN-ലേക്ക് കണക്ട് ചെയ്യുക. ഇനി സെറ്റ് ടോപ്പ് ബോക്സ് ഓൺ ചെയ്യുക. ചുവന്ന LED അപ്പോൾ ഓൺ ആകുന്നത് കാണാൻ സാധിക്കും. STB ഓൺ ആകുന്നതോടൊപ്പം സാറ്റ് ഹീറോ മീറ്ററും ഓൺ ആകുന്നതാണ്. സാറ്റ് ഹീറോ മീറ്റർ ഓൺ ആകുന്നതോടെ സാറ്റലൈറ്റിന്റെ പേര് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇടത്തും വലത്തുമുള്ള നാവിഗേഷൻ കീ ഉപയോഗിച്ച് നമുക്ക് സാറ്റലൈറ്റ് മാറ്റുവാൻ സാധിക്കും. സാറ്റലൈറ്റ് തിരഞ്ഞെടുത്തതിന് ശേഷം സെലക്ട് ബട്ടൺ അമർത്തുക. സെലക്ട് കീ അമർത്തുന്നതോടെ അടുത്ത സ്ക്രീൻ പ്രത്യക്ഷപ്പെടും. ഇതിൽ നമുക്ക് അതായത് ലോക്കൽ ഓസിലേറ്ററിന്റെ വാല്യൂ പരിശോധിക്കാൻ സാധിക്കും. സെലക്ട് കീ അമർത്തുന്നതോടെ നമ്മൾ ട്രാൻസ്പോണ്ടർ സ്ക്രീനിലേക്ക് പോകും. ഈ സ്ക്രീനിൽ നമുക്ക് അതായത് ട്രാൻസ്പോണ്ടർ ഫ്രീക്വൻസിയും V അതായത് വെർട്ടിക്കലായ പോളറൈസേഷനും ഒപ്പം സിമ്പിൾ റേറ്റും കാണാൻ സാധിക്കും. നാവിഗേഷൻ കീയുടെ സഹായത്തോടെ ട്രാൻസ്പോണ്ടർ നമുക്ക് മാറ്റുവാൻ സാധിക്കും. ശരിയായ ട്രാൻസ്പോണ്ടർ തിരഞ്ഞെടുത്തതിന് ശേഷം സിഗ്നൽ സ്ട്രെങ്ത് സ്ക്രീനിലേക്ക് എത്താൻ സെലക്ട് കീ അമർത്തുക. ഈ സ്ക്രീനിൽ നമുക്ക് P അതായത് പവർ, C/N അതായത് MER, പിന്നെ Q അതായത് ക്വാളിറ്റി എന്നീ വിവിധ വാല്യൂ കാണാൻ സാധിക്കും. ആദ്യം തന്നെ നമ്മൾ മെല്ലെ അസിമുത്ത് ആംഗിൾ തിരിച്ചു നോക്കും. എന്നിട്ട് മാക്സിമം സിഗ്നൽ ലഭിക്കുമ്പോൾ തിരിക്കുന്നത് നിർത്തുക. ഈ ആംഗിളിൽ വെച്ച് അസിമുത്ത് നട്ടുകൾ മുറുക്കുക. ഇതിനുശേഷം എലിവേഷൻ ആംഗിളിൽ വെച്ച് പീക്കിംഗ് നടത്തുക. ഇതിനായി എലിവേഷൻ നട്ടുകൾ അയച്ച് പതുക്കെ ഡിഷ് ഇപ്രകാരം പിടിച്ച് എലിവേഷൻ ആംഗിൾ മാറ്റുക. ഇത് ചെയ്യുന്നതിനോടൊപ്പം സാറ്റ് ഹീറോ മീറ്ററും പരിശോധിക്കുക. എന്നിട്ട് മാക്സിമം സിഗ്നൽ ലഭിക്കുമ്പോൾ എലിവേഷൻ നട്ടുകൾ മുറുക്കുക. അസിമുത്ത്, എലിവേഷൻ എന്നീ ആംഗിളുകളുടെ സിഗ്നൽ പീക്കിംഗ് നടത്തിയ ശേഷം LNBF ക്ലാമ്പ് സ്ക്രൂകൾ ചെറുതായി ലൂസാക്കുക. ഇനി LNBF-നെ ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് എന്നീ ദിശകളിൽ കറക്കി സാറ്റ് ഹീറോ മീറ്ററിൽ മാക്സിമം സിഗ്നൽ കിട്ടുന്നിടം കണ്ടെത്തുക. മാക്സിമം സിഗ്നൽ സ്ട്രെങ്ത് ലഭിക്കുന്ന ഇടം നോക്കി LNBF-ന്റെ സ്ക്രൂ മുറുക്കുക. ഇപ്പോൾ സിഗ്നൽ പീക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു. അടുത്തതായി സാറ്റ് ഹീറോ മീറ്റർ വേർപെടുത്താൻ വേണ്ടി റിസീവർ